അതേസമയം വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതിലാണെങ്കിൽ ഇന്നിവിടെ നമ്മുടെ കേരളം നിന്ന് കത്തിയാനെ. നമ്മളുടെ ആരാധനാലയങ്ങളിൽ നിന്നുള്ള ഫണ്ട് മുഴുവൻ എന്താ പറയുക ഭരണാധികാരികൾ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ. അല്ലെങ്കിൽ അവിടെ കുറവുണ്ടെങ്കിൽ അവർ അന്ന് കണ്ടുപിടിക്കണം. ഈ രണ്ട് പിണറായി വർഷക്കാലം തീരാറായി, അപ്പോഴാണോ ഇത് കണ്ടുപിടിക്കുന്നത്? എന്നാൽ മറ്റോ സമുദായത്തിൽ പോയിട്ട് എന്താ പറയാ ഷാൾ ഇടാനും ഇതൊക്കെ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമ്മളുടെ കാര്യങ്ങൾക്ക് മാത്രം, അതും നമ്മളുടെ ആളെ തന്നെയാണ് പുള്ളിയും. എന്നിട്ടും ഈ ഒരു കോപ്രായം കാണിക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല. അറിയില്ല ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വരുമോ അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാമോ എന്ന് പോലും അറിയില്ല. അല്ല, അദ്ദേഹം ഇനി അത് മാറാൻ വേണ്ടി പുള്ളി ശരിക്കും പറഞ്ഞ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അന്നദാനം നടത്തിയാൽ പോലും അത് മാറില്ല. ആ വിശ്വാസത്തെയാണ് അവർ അവഹേളിച്ചത്. അതിനുള്ള മറുപടി അയ്യപ്പൻ തന്നെ കൊടുക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. ഇങ്ങനൊരു സംഭവം എന്താ പറയുക വേറെ എവിടെയെങ്കിലും ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് കേരളത്തിൽ നമ്മൾ കണ്ടുപോകുന്നത്. കാരണം ഈ ഇത്രയും വലിയൊരു സംഭവം 50 കിലോ പോയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധവും നമ്മളിവിടെ കണ്ടില്ല. അതേസമയം വേറെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതിലാണെങ്കിൽ ഇന്നിവിടെ നമ്മുടെ കേരളം നിന്ന് കത്തിയാനെ. പക്ഷേ ഹിന്ദുക്കളായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ശരിയാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അറിയില്ല ഇതിനെപ്പറ്റി ഒരു അന്വേഷണം വരുമോ അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാമോ എന്ന് പോലും അറിയില്ല. കാരണം നമ്മളുടെ ആരാധനാലയങ്ങളിൽ നിന്നുള്ള ഫണ്ട് മുഴുവൻ എന്താ പറയുക ഭരണാധികാരികൾ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ. 2019 സ്ത്രീ പ്രവേശനം ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് പറയുന്നത്. അതിനെപ്പറ്റി ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളൊന്ന് ചിന്തിക്കണം. കേരളത്തിൽ 2019 ശേഷം നടന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഈ അയ്യപ്പൻ്റെ ബന്ധപ്പെട്ടുകൊണ്ടായിട്ടാണ് ഞാൻ വിശ്വാസി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരെങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനു മുമ്പ് വരെയും നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല. ഇവിടെ ലോകം എന്താ പറയുക ലോകം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് 2009 ശേഷം നമ്മൾ കണ്ടുവരുന്നത്. അത് ശരിക്കും ഒരു വിശ്വാസി നില ഞാൻ പറഞ്ഞത് ഒരു അയ്യപ്പ കോപമായിട്ട് തന്നെ കാണണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്താ പറയുക നമ്മളുടെ വിരോധം, അതായത് അയ്യപ്പനോട് അല്ലെങ്കിൽ മതത്തിനോട് തന്നെ വിരോധമുള്ള ആൾക്കാരാണ് ഇന്ന് നാട് ഭരിക്കുന്നത്. ഞാനൊരിക്കലും ആ പാർട്ടിക്കെതിരല്ല, പക്ഷേ അവരുടെ ചില നയങ്ങൾ ശരിക്കും നമ്മൾക്കെതിരായിരുന്നു. അതെന്തിനാണ് അവർ നമ്മളോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാവും. പക്ഷേ എന്നാൽ മറ്റോ സമുദായത്തിൽ പോയിട്ട് എന്താ പറയുക ഷാൾ ഇടാനും ഇതൊക്കെ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമ്മളുടെ കാര്യങ്ങൾക്ക് മാത്രം, അതും നമ്മളുടെ ആളെ തന്നെയാണ് പുള്ളിയും. എന്നിട്ടും ഈ ഒരു കോപ്രായം കാണിക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ ഓരോ തവണ അദ്ദേഹം ശബരിമലയിൽ തൊടുമ്പോഴും അദ്ദേഹത്തിന് ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അയ്യപ്പൻ്റെ ഒരു കോപമാണ്. അല്ല, അദ്ദേഹം ഇനി അത് മാറാൻ വേണ്ടി പുള്ളി ശരിക്കും പറഞ്ഞ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അന്നദാനം നടത്തിയാൽ പോലും അത് മാറില്ല. കാരണം ഇപ്പം എനിക്ക് ഇന്നുള്ള തലമുറയെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ആ കാലത്തിലുള്ളവർ ഇന്നും ജീവനോടെ ഉണ്ട്. അവരൊരിക്കലും ഇങ്ങേർക്ക് മാപ്പ് കൊടുക്കില്ല. കാരണം അതാണ് നമ്മൾ ഇത്ര നാളായിട്ട് ഒരു വിശ്വാസം. ആ അയ്യപ്പൻ അല്ലെങ്കിൽ ആ ഒരു 45 ദിവസം വ്രതമെടുത്ത് നമ്മളെല്ലാം, അതായത് നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കേരളം മാത്രമല്ല, എല്ലായിടത്തും തമിഴ്നാട്ടിൽ നിന്ന് ആയിക്കോട്ടെ, എല്ലായിടത്തും ആയിക്കോട്ടെ, അവിടെ നിന്ന് വരുന്നവർ എല്ലാവരും ഈ വിശ്വാസം കൊണ്ട് മാത്രം വരുന്നവരാണ്. ആ വിശ്വാസത്തെയാണ് അവർ അവഹേളിച്ചത്. അതിനുള്ള മറുപടി അയ്യപ്പൻ തന്നെ കൊടുക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. അടുത്തൊരു ചോദ്യം, 3ാം പിണറായി സർക്കാർ വരുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും വരില്ല. കാരണം 3ാം പിണറായി സർക്കാർ വരത്തില്ല. കാരണം ജനങ്ങൾക്ക് അത്രയും അധികം ദേഷ്യം ഈ ഒറ്റ വിഷയത്തിൽ തന്നെയുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ, കാരണം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ നമ്മളുടെ കാര്യങ്ങളിൽ ഇവർ വന്ന് തലയിട്ടുണ്ട്. ഇപ്പൊ ഒരു കോടതി വിധി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ കോടതി വിധിച്ച എന്തോരം കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം ഇവിടെ എന്തിന് ഇത്ര പ്രസക്തിയോട് ചെയ്ത്? ശരിക്കും ഇപ്പൊ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ആണ്. അപ്പൊ വാസവൻ പറയുന്നത് ഇത് VD സതീശൻ ചെയ്തതാണ് അല്ലെങ്കിൽ BJP-ക്കാർ ചെയ്തതാണെന്ന് പറയുന്നത്. ഞാൻ ഒരു ക്ഷേത്രത്തിന്റെ ഒരു കമ്മിറ്റിയിലേക്ക് ഞാൻ വന്നു. ഞാൻ അതിന്റെ പ്രസിഡന്റായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അധികാര കൈമാറ്റം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ആ കൈമാറ്റത്തിൽ നമ്മൾ ആ അമ്പലത്തിലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ കണക്കെല്ലാം ബോധിപ്പിച്ചിട്ട് വേണം നമ്മൾ ഏറ്റെടുക്കാൻ. അതാണ് ന്യായം. അല്ലെങ്കിൽ അവിടെ കുറവുണ്ടെങ്കിൽ അവർ അന്ന് കണ്ടുപിടിക്കണം. ഈ രണ്ട് പിണറായി വർഷക്കാലം തീരാറായി, അപ്പോഴാണോ ഇത് കണ്ടുപിടിക്കുന്നത്? അല്ലല്ലോ. കാരണം നമ്മളിപ്പോൾ ഏതൊരു മേഖലയിലും, ഇപ്പം എൻ്റെ വൈഫ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്, ഞാൻ ബിസിനസ്സുകാരനാണ്. പക്ഷേ അവളുടെ ബാങ്കിൽ നിന്ന് മാനേജറിൻ്റെ പോസ്റ്റിൽ നിന്ന് മാറുമ്പോഴത്തേക്കും ആ പോസ്റ്റിൽ വരുമ്പോഴത്തേക്കും ആ പോസ്റ്റ് ഏൽപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കണം. അതാണ് ന്യായം. അല്ലാണ്ട് ഇപ്പം കാണാണ്ട് പോയപ്പോഴത്തേക്കും മറ്റേ സതീശനെടുത്തു അവനെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് വിവരവും വിദ്യാഭ്യാസം ഉള്ളവരും തലയിൽ മൂളയുള്ളവനെയും മന്ത്രിയാക്കണമെന്ന് പറയണത്.